ഹായ് കൂട്ടുകാരെ, ആയിരക്കണക്കിന് പൂക്കൾ ഇങ്ങനെ കൊല കുത്തി പൂക്കുന്ന നമ്മുടെ ബ്രൈഡൽ ബൊക്കയുടെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഭംഗിയുള്ള പൂക്കളോടും നല്ലൊരു സുഗന്ധത്തോടും കൂടി ഉണ്ടാകുന്ന നല്ലൊരു ചെടിയാണ് ഈ ഒരു ബ്രൈഡൽ ബൊക്ക കേട്ടോ. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, യെല്ലോയും ഉണ്ട്. എൻ്റെ അടുത്ത് വൈറ്റാണുള്ളത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇല കാണാതെ നല്ല കൊല കുത്തി പൂക്കുന്ന ഒരു ക്രീപ്പർ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിങ്ങനെ പടർത്തി വിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ കുറ്റിച്ചെടി പോലെ ഇങ്ങനെ ചട്ടിയിൽ കട്ട് ചെയ്ത് നിർത്താമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ആദ്യമൊക്കെ 1-2 പ്രാവശ്യം കട്ട് ചെയ്തെങ്കിലും ഇതിൻ്റെ ഓരോ ഇല വരുമ്പോഴും അതിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഓരോന്നും പറ്റി പിടിച്ച് വളരാനുള്ള ഒരു ഇതിലാണ് വരുന്നത് കേട്ടോ. നമുക്കിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും, അതിങ്ങനെ വളർന്നു വരുന്ന ഓരോ ഇലയും ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ പിന്നെ അതിന് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ പടർന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പടർത്തി വെച്ച്. കണ്ടോ, നിറയെ മുട്ടാണ് കേട്ടോ. മുട്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ, നിറച്ചുണ്ട്. എവിടെ നോക്കിയാലും നിറച്ചും മുട്ടാണ് ഈ ഒരു പ്ലാന്റിൽ നിറച്ചും. പിടിച്ച് കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്, പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. എപ്പോഴും നിറയെ പൂക്കളോട് കൂടിയാണ് നിൽക്കുക കേട്ടോ. ഈ കാണുന്ന മുട്ടുകളൊക്കെ ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇല കാണാതെ പൂക്കളായി തീരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ഇതിങ്ങനെ ബ്രൈഡലിൻ്റെ കയ്യിലുണ്ടാവുന്ന ബൊക്കയുടെ പോലെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിലൊക്കെ കാണാം ബ്രൈഡലിൻ്റെ കയ്യിൽ ഇതുപോലത്തെ ബൊക്കയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ബ്രൈഡൽ ബൊക്ക എന്നുള്ളൊരു പേര് വന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ഞാൻ ഒരു വീഡിയോയിൽ ആരോ പറയുന്നത് കേട്ടതാണ് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി പൂക്കളോട് കൂടിയൊരു പ്ലാന്റാണ് ഇത്. കിട്ടിക്കഴിഞ്ഞാൽ ആരും കളയരുത് കേട്ടോ. എവിടെന്നെങ്കിലും ഒരു ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കണം. നല്ല ഭംഗിയും നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് സാധാ മണ്ണിൽ വളമൊന്നുമില്ലാത്ത വെറുതെ മണ്ണിൽ വെച്ചിട്ട് അത് വേര് പിടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയത്. മാറ്റുന്ന സമയത്ത് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ടത്തോടൊക്കെ ഞാൻ പൊടിച്ചത് അതും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ ഇതിൻ്റെ വളർച്ച. നന്നായിട്ട് തന്നെ ഇത്രയും വലുതാവുകയും നിറയെ മുട്ടിടുകയും പൂവിടുകയൊക്കെ ചെയ്തു കേട്ടോ. പൂവൊക്കെ വിരിഞ്ഞു വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം വിരിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. ഓരോ തലപ്പിലും ഓരോ ഇതിലും നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇതുപോലത്തെ ഒരു കമ്പാണ് ഇതിനെ നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ. ചെറിയൊരു ഇളപ്പ് കൊണ്ടുവന്നാൽ മതി. ഈ ബ്രാഞ്ച് പോലെ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു ഇളപ്പ് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇത് ഉണ്ടായി കിട്ടും കേട്ടോ. ഞാനൊരു 3-4 പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ലാസ്റ്റാണ് എനിക്കത് പിടിച്ച് കിട്ടിയത്. പക്ഷെ പിടിച്ച് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ നന്നായിട്ട് വന്നു. പ്രത്യേകിച്ച് വലിയ കെയറൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇത് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞ് പിന്നെ വലിയ കെയറൊന്നും വേണ്ടി വന്നില്ല. നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കുക എന്നുള്ളതാണ്. നല്ല വെയിൽ കിട്ടുമ്പോഴാണ് ഇതുപോലെ നിറയെ പൂക്കുന്നത്. ഞാൻ ആദ്യം വെച്ചത് ഇത്ര തന്നെ വെയിലില്ലാത്തൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ എനിക്ക് മുട്ടിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നല്ല വെയിലുള്ളിടത്തേക്ക് എടുത്തു വെച്ചപ്പോഴാണ് എനിക്കിതുപോലെ നിറയെ മുട്ടിട്ട് വന്നത് കേട്ടോ. അപ്പോൾ വെയിൽ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ വാട്ടറിങ് ആണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഭയങ്കര വെയിലും ചൂടൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിത് ഞാൻ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടാണ് ഇത് നട്ടത്. അന്ന് ചാണകമൊക്കെ നമുക്കിവിടെ കിട്ടാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ 19 നമ്മുടെ NPK അത് വല്ലപ്പോഴും ഒരു 10-20 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മളിതിനെ വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ ചെടികൾക്കും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് വേറെ കേടൊന്നും വന്ന് കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. നല്ല വെയിൽ ആവുമ്പോൾ ഇതിൻ്റെ പൂക്കൾ നമ്മൾ മുല്ലയൊക്കെ കരിഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ട് വാടി കാണുന്നുണ്ട്. അത് നല്ല വെയിൽ വരുമ്പോൾ കേട്ടോ. അതായത് ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര വെയിലാണല്ലോ. വേറെ കേടൊന്നും ഈ ഒരു പ്ലാന്റിന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ നട്ടുപിടിപ്പിക്കാനും ഒക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.